ഹലോ ഗായ്സ്, നമ്മളപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോയത് ആനക്കോട്ടയിലാണ്. തൃശ്ശൂരിൽ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമായിട്ടൊരു വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് തന്നെ അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി നമ്മളവിടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്നൊരു 56 ആനകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം മതം പൊട്ടി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അസ്വസ്ഥതകളൊക്കെ ആനകൾക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന ഈ ആനകൾക്ക് പോലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ല. ഇവിടെ നിൽക്കുന്നവരെക്കാട്ടി കുറച്ചും കൂടെ പ്രശ്നക്കാരായിരുന്നു അവർ. അങ്ങനെയാണ് അവരെയൊക്കെ മാറ്റിയത്. ആൻഡ് ഇവിടെ നിൽക്കുന്നവർക്കും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വരിക, വിസിറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യം. സോ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കരുതുന്നത്. ബട്ട് ഒരുപാട് ആനകളെ പോയെന്ന് കേട്ടപ്പോഴത്തേക്കും കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. പിന്നെ ഒരു അത്ഭുതം എന്താ വെച്ചാൽ ഇത്രയും ആനകൾ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 50-ൽ കൂടുതൽ ആനകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോയവരും കൂടെ വരുമ്പോൾ ഇവിടെ എന്ത് നല്ല അടിപൊളി സെറ്റായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത്രയും പേരുള്ളപ്പോഴേ അടിപൊളിയാണ്. നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും, കാരണം കുറച്ച് ഇടഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒരു പേടിയെ കാണും. എന്നാലും നമ്മളവിടെ ചെന്ന് ഈ ഒരു എന്താ പറയുക, എത്രയും പേരെ കാണുക, ആനകളെ കാണുക, അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണ്. സോ എനിക്കതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതാണ് ആനകളെ കുളിപ്പിക്കുന്ന കുളം. അപ്പോൾ ഈ കുളം കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ആനകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഇതാണ് ആന, എലിഫൻറ്റ്, ഹാത്തി. വേറെ ഭാഷയിൽ പറഞ്ഞുതരാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ ആനയുടെ മറ്റു പേരുകളൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലത്തും കൂടി യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ വീട്ടിൽ പോകുന്ന ട്രെയിൻ യാത്ര കാഴ്ചകളായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതോടുകൂടി തൃശ്ശൂരൊക്കെ പോയ യാത്ര വ്ളോഗ് അങ്ങ് തീരുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. മറ്റൊരു വീഡിയോ അല്ല, തൃശ്ശൂരിൽ നിന്നും ട്രിവാൻഡ്രത്തോട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ആൻഡ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണത്. ഒരുപാട് ആനകളൊക്കെ കാണാമല്ലോ. നമ്മളെ ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ കുറച്ച് ആനകളല്ലേ കാണുള്ളൂ. ഒരുപാട് ആനകൾ കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുക, അതൊരു നല്ല കാര്യം തന്നെയല്ലേ. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളൊരു ഡയലോഗ് പണ്ട് ഇൻസ്റ്റയിലൊക്കെ വൈറലായാലേ, ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല. അതുപോലെ തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നോ പ്രോബ്ലം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ പോയി കണ്ടോളൂ, ഇഷ്ടപ്പെടാത്തവരൊക്കെ പോയി കാണണ്ട. എൻ്റെ വീഡിയോ കണ്ടോളൂ. എൻ്റെ വീഡിയോ കാണുന്നത് തന്നെയാണ് നിങ്ങളിവിടെ നേരിട്ട് കാണുന്ന സംഭവങ്ങൾ. അത് പിന്നെ നിങ്ങൾ നേരിട്ട് കാണുന്നു, ഇത് വീഡിയോയിലൂടെ കാണുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ കോളാക്കുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. എൻ്റെ വീഡിയോയിൽ ഹൈപ്പ് ഓപ്ഷൻ സപ്പോർട്ടായി തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല. സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ ഓക്കെ, ടാറ്റാ.